വായനയിൽ സോളമൻ തൻ്റെ ഭരണത്തിൽ ഇസ്രായേലിൻ്റെ അധിപന്മാരായി 12 പേരെ നിയോഗിക്കുന്നത് കാണുകയാണ്. വരാൻ പോകുന്ന ദൈവരാജ്യത്തിൽ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരിലൂടെ ദൈവരാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം നടത്താൻ പോകുന്നതിൻ്റെ ഒരു നിഴലായി വായിച്ചെടുക്കാവുന്ന ഒരു വചനഭാഗമാണിത്. ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ വായനയിൽ നമ്മൾ 5-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം വായിച്ചപ്പോൾ പാടി ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച ജനത്തിൻ്റെ ഇടയിലേക്ക് ആലയത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മേഘം വന്നു നിറയുന്നതായി നാം കാണുന്നു. എല്ലാം മറന്ന് പാടി സ്തുതിക്കുന്നത് ദൈവസാന്നിധ്യം ലഭിക്കുന്നതിന് ഉത്തമമായ ഒരു വഴിയാണ്. അങ്ങനെ പാടി ആരാധിക്കുന്ന ഒരു രീതിയെ നിന്ദിക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഗായകൻ പാടിയപ്പോൾ എലീഷായുടെ മേൽ ദൈവാത്മാവ് നിറഞ്ഞു. ഈശോ പോലും കീർത്തനം പാടി സ്തോത്രഗീതം ആലപിച്ച് ഒലിവുമലയിലേക്ക് പോയി ദൈവത്തെ